ടെക്ഫ്രഷ് ലേണിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. എന്താണ് ഇൻപുട്ട് ഡിവൈസ്? കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് യൂണിറ്റിലേക്ക് ഡേറ്റകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എത്തിക്കുന്ന ഡിവൈസുകളെ പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടർ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഇൻപുട്ട് ഡിവൈസ്, മറ്റൊന്ന് ഔട്ട്പുട്ട് ഡിവൈസ്. ഈ ഇൻപുട്ട് ഡിവൈസ് എങ്ങനെയാണ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? അത് CPU-മായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഒരു പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ വിവരസാങ്കേതിക വിദ്യയുടെ വയർലെസ് മുഖേനയാണ് ഈ ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന് കീബോർഡ്, മൗസ്, സ്കാനർ, ക്യാമറ, മൈക്രോഫോൺ, ട്രാക്ക് ബോർഡ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്സ്, ടച്ച് സ്ക്രീൻ, ബാർകോഡ് റീഡർ തുടങ്ങിയവയാണ് ഇൻപുട്ട് ഡിവൈസുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവ ഓരോന്നും നമുക്ക് എന്താ നോക്കാം. ആദ്യം കീബോർഡ്. കമ്പ്യൂട്ടറിന്റെ ഒരു പ്രധാന ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ് എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ ഒരു പ്രധാന ഇൻപുട്ട് ഉപകരണമാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റകൾ കൊടുക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് വഴിയാണ്. ഈ കീബോർഡ് വഴി നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ ടൈപ്പ് ചെയ്താണ് കീബോർഡിലേക്ക് ഡേറ്റ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കീബോർഡിനെ ടെസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ടെസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് ഏത് ഉപകരണമാണെന്ന് ചോദിച്ചാൽ കീബോർഡാണ് അതിന്റെ ആൻസർ. ഇതാണ് നമ്മുടെ കീബോർഡ്. ഈ കീബോർഡിന്റെ അകത്ത് പലതരത്തിലുള്ള കീകളാണ് ഉള്ളത്. ഫസ്റ്റ് റോയില് ഫങ്ഷൻ കീസ്, സെക്കൻഡ് റോയില് നമ്പേഴ്സ്, താഴെ ആൽഫബറ്റിക് നമ്പേഴ്സ്, ടാബ് കീസ്, ക്യാപ്സ് ലോക്ക്, ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട്, പിന്നെ സൈഡിലായിട്ട് വീണ്ടും നമ്പേഴ്സ്, ഇൻസേർട്ട്, ഹോം, പേജ് അപ്പ്, ഡൗൺ, ഡിലീറ്റ്, അങ്ങനെ തുടങ്ങിയ 101 കീകളാണ് ഒരു കീബോർഡിന്റെ അകത്ത് ഉള്ളത്. സാധാരണയുള്ള ഒരു കീബോർഡിന്റെ അകത്ത് 101 കീകളാണ് ഉള്ളത്. കീബോർഡ് ലേഔട്ട്. കീബോർഡിൽ കീകൾ നിരത്തി വച്ചിരിക്കുന്ന ക്രമത്തിന് പറയുന്ന പേരാണ് കീബോർഡ് ലേഔട്ട് എന്നറിയപ്പെടുന്നത്. കീബോർഡിൽ കീകൾ നിരത്തി വച്ചിരിക്കുന്ന ക്രമമാണ് കീബോർഡ് ലേഔട്ട്. കീബോർഡ് ലേഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്രിസ്റ്റഫർ എൽ ഷൂൾസ് ആണ്. ക്രിസ്റ്റഫർ എൽ ഷൂൾസ് ആണ് കീബോർഡുകളെ ലേഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ ടൈപ്പ്റൈറ്ററിന്റെ പിതാവ് എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. ടൈപ്പ്റൈറ്ററിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ക്രിസ്റ്റഫർ എൽ ഷൂൾസ് ആണ്. നമ്മൾ അമർത്തുന്ന കീ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ഒരു ആസ്കി കോഡ് ഉണ്ടാകുന്നു. അതാണ് ആസ്കി കോഡ്. ആസ്കി കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ഡേറ്റ കൊടുക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്യുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആസ്കി കോഡാണ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്. കീസ് ഓൺ കീബോർഡ്. നമുക്കിനി കീബോർഡിലെ കീകളെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഫങ്ഷൻ കീസ്. നമ്മുടെ കീബോർഡിന്റെ അകത്ത് ആദ്യത്തെ റോയിൽ കാണപ്പെടുന്ന കീകളെയാണ് ഫങ്ഷൻ കീസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് F1 തുടങ്ങി F12 വരെയുള്ള കീകളെയാണ് ഫങ്ഷൻ കീസ് എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ഫങ്ഷൻ കീസ്. ചില പ്രത്യേക ജോലികൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനാണ് ഫങ്ഷൻ കീകൾ ഉപയോഗിക്കുന്നത്. ഈ കീകൾ ഷോർട്ട് കട്ടായി ഉപയോഗിക്കുന്നു. ഫയലുകൾ സേവ് ചെയ്യുക, ഡേറ്റ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേജ് റിഫ്രഷ് ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കീകളെയാണ് ഫങ്ഷൻ കീസ് എന്ന് പറയുന്നത്. ഓരോ ഫങ്ഷൻ കീസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ F1. ഹെൽപ്പ് സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മളൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നമുക്കൊരു ഹെൽപ്പ് സ്ക്രീനിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ F1-ൽ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ F1-ൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹെൽപ്പ് സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരുന്നു. F2.
സെലക്ട് ചെയ്ത ഫയൽ റീനെയിം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മളൊരു ഫയൽ ഉണ്ടാക്കി, ആ ഫയലിന് നമ്മളൊരു പേര് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് പേര് മാറ്റണം. അപ്പോൾ ആ ഫയലിനെ സെലക്ട് ചെയ്തതിന് ശേഷം F2 ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കവിടെ റീനെയിം ചെയ്യാം. F3 ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ചുക, ആ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫോൾഡറിൽ ഒരുപാട് ഡേറ്റകളുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി F3 പ്രസ് ചെയ്താൽ സൈഡിലായിട്ട് ഒരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരും. അവിടെ നമുക്ക് എഴുതി കൊടുത്ത് ഓക്കെ അടിച്ചാൽ നമ്മൾ സെർച്ച് ചെയ്തത് എന്താണോ അത് നമുക്ക് അവിടെ സെലക്ട് ആയിട്ട് വരും. അതിനുവേണ്ടിയാണ് F3 ഉപയോഗിക്കുന്നത്. F1 ഉപയോഗിക്കുന്നത് ഹെൽപ്പ് സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി, F2 സെലക്ട് ചെയ്തിരിക്കുന്ന ഫയൽ റീനെയിം ചെയ്യാൻ വേണ്ടി, F3 ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. F4 Alt പ്ലസ് F4 പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന വിൻഡോ ക്ലോസ് ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യണം, നമ്മുടെ സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ അതിനുമുമ്പ് നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഫയൽസ് ക്ലോസ് ചെയ്യാൻ Alt പ്ലസ് F4 പ്രസ് ചെയ്താൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന വിൻഡോസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നു. F5 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡോ റിഫ്രഷ് അല്ലെങ്കിൽ റീലോഡ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ കുറച്ചു നേരം നമ്മൾ ഒരു പേജ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന് അതിനുശേഷം നമ്മൾ ആ പേജ് ഉപയോഗിക്കാതെ വെറുതെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യണമെങ്കിൽ F5 പ്രസ് ചെയ്താൽ ആ പേജ് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡോ റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ ആണ് F5. F6 മിക്ക ഇന്റർനെറ്റ് ബ്രൗസറുകളും കഴ്സർ അഡ്രസ് ബാറിലേക്ക് നീക്കുന്നതിന് വേണ്ടിയാണ് F6 ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു ബ്രൗസറിൽ നമുക്ക് സെർച്ച് ചെയ്യണം, നമ്മുടെ മൗസ് വർക്ക് ചെയ്തില്ല എങ്കിൽ നേരെ F6 ക്ലിക്ക് ചെയ്താൽ, F6 പ്രസ് ചെയ്താൽ നമ്മുടെ കഴ്സർ, മൗസിന്റെ കഴ്സർ പോയിന്റ് ബ്രൗസറിന്റെ അഡ്രസ് ബാറിലേക്ക് നീങ്ങുന്നു, മൂവ് ചെയ്യാൻ അത് സഹായിക്കുന്നു. F7 മൈക്രോസോഫ്റ്റ് ഓപ്ഷനുകളിൽ, അതായത് വേർഡുകളിൽ ഒരു ഡോക്യുമെന്റ് പരിശോധിക്കാനും അതിന്റെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ വേർഡിന്റെ അകത്ത് ഒരുപാട് ഡേറ്റകൾ ടൈപ്പ് ചെയ്തു, നമുക്ക് അതിനിടയ്ക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, നമുക്കൊരു വാക്കിന്റെ സ്പെല്ലിംഗിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു. നമ്മൾ ആ വേർഡിന്റെ അവിടെ വെച്ച് സെലക്ട് ചെയ്ത് F7 പ്രസ് ചെയ്യുമ്പോൾ ആ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മെനു ബാർ അല്ലെങ്കിൽ ഒരു പേജ് തുറന്നു വരും. നമുക്ക് അതിനകത്ത് സ്പെല്ലിംഗ് അടിച്ചു കൊടുത്ത് അത് ക്ലിയർ ചെയ്യാം. സ്പെല്ലിംഗ് പരിശോധിക്കുന്നതിനും ഡോക്യുമെന്റ് പരിശോധിക്കുന്നതിനും വേണ്ടിയുള്ള ഫംഗ്ഷൻ കീ ആണ് F7. F5 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിൻഡോ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് F5 ഉപയോഗിക്കുന്നത്. F6 ഉപയോഗിക്കുന്നത് ബ്രൗസറുകളിലെ കഴ്സർ അഡ്രസ് ബാറിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയാണ് F6 ഉപയോഗിക്കുന്നത്. ഇനി F7 ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റിലെ ഡേറ്റയിലെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് F7 ഉപയോഗിക്കുന്നത്. F8 കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ വിൻഡോസിലെ ബൂട്ട് മെനു ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ ആണ് F8. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു ഡോക്യുമെന്റ് പുതുക്കുകയും ഔട്ട്ലുക്കിൽ ഇമെയിലുകൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് കുറച്ച് ഡോക്യുമെന്റ് എഴുതി, നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഔട്ട്ലുക്കിൽ നിന്ന് ഇമെയിൽ അയക്കാനും സ്വീകരിക്കാനും സഹായിക്കുന്ന ഫംഗ്ഷനാണ് F9. ഷിഫ്റ്റ് പ്ലസ് F10 പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷന്റെ മെനു ബാർ ഓപ്പൺ ആവുന്നു. നമ്മളൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഷിഫ്റ്റ് F10 പ്രസ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷന്റെ മെനു ബാർ ഓപ്പൺ ചെയ്യുന്നു. അതായത് നമ്മൾ മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന അതേ മെനു ബാർ തന്നെയാണ് ഷിഫ്റ്റ് പ്ലസ് F10 പ്രസ് ചെയ്യുമ്പോഴും വരുന്നത്. F8 കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ വിൻഡോസിലെ ബൂട്ട് മെനു ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു.
F9 മൈക്രോസോഫ്റ്റിലെ ഡോക്യുമെന്റ് തയ്യാറാക്കുകയും അവിടെ നിന്ന് ഇമെയിൽ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നു. F10 ഷിഫ്റ്റ് പ്ലസ് F10 പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷന്റെ മെനു ബാർ ഓപ്പൺ ആകുന്നു. അതിനു വേണ്ടിയാണ് F10 ഉപയോഗിക്കുന്നത്. F11 ഇന്റർനെറ്റ് ബ്രൗസറുകളിൽ പൂർണ്ണ സ്ക്രീൻ മോഡിൽ പ്രവേശിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യണം. അതായത് നമ്മൾ ഒരു പവർ പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ F5 അടിക്കുമ്പോൾ നമുക്ക് അതൊരു ഫുൾ മോഡിൽ കാണാം, സ്ക്രീൻ ഫുൾ മോഡിൽ കാണുന്ന പോലെ തന്നെ ബ്രൗസറുകളിലെ പൂർണ്ണ സ്ക്രീൻ കാണുന്നതിന് വേണ്ടിയാണ് F11 ഉപയോഗിക്കുന്നത്. F12 മൈക്രോസോഫ്റ്റ് വേർഡിലെ സേവാസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നതിന് വേണ്ടി. നമ്മളിപ്പോൾ ഒരു വേർഡിനകത്ത് കുറച്ച് ഒരുപാട് ഡേറ്റകൾ എഴുതി കൊടുത്തതിന് ശേഷം നമുക്കത് സേവ് ചെയ്യണം. ആ ഫയൽ നമുക്ക് സേവ് ചെയ്യുന്നതിന് F12 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും സേവാസ് ഡയലോഗ് ബോക്സ് തുറന്നു വന്ന് നമുക്ക് ആ ഡേറ്റകളെ സേവ് ചെയ്ത് വയ്ക്കാം. F11 ഇന്റർനെറ്റ് ബ്രൗസറിൽ പൂർണ്ണ സ്ക്രീൻ മോഡിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ ആണ് F11. F12 മൈക്രോസോഫ്റ്റ് വേർഡിലെ സേവാസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നതിന് വേണ്ടി F12 ഉപയോഗിക്കുന്നു. ഇനി മറ്റു കീകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. സ്പെഷ്യൽ ക്യാരക്ടർ കീസ്, ക്വസ്റ്റ്യൻ മാർക്ക്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ബ്രാക്കറ്റ്സ്, ഈക്വൽ ടു, പ്ലസ് തുടങ്ങിയവയാണ് സ്പെഷ്യൽ ക്യാരക്ടർ കീസ് ഉപയോഗിക്കുന്നത്. ന്യൂമറിക് കീസ് 1 മുതൽ 0 വരെയുള്ള നമ്പേഴ്സിനെയാണ് ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. ആൽഫബറ്റിക് കീസ് A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സിനെയാണ് ആൽഫബറ്റിക് കീസ് എന്നും അറിയപ്പെടുന്നത്. സ്പെഷ്യൽ കീസ് ഷിഫ്റ്റ് കീസ് ടൈപ്പിംഗിനിടയിൽ ഏതെങ്കിലും ഒരു വാക്ക് ക്യാപിറ്റൽ ലെറ്റർ ലഭിക്കണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ആ ലെറ്റർ ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേരിന് ആദ്യത്തെ അക്ഷരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുക്കുന്നത്. അതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ നെയിമിന്റെ ആദ്യത്തെ അക്ഷരം പ്രസ് ചെയ്യുക. അപ്പോൾ ആ അക്ഷരം മാത്രം ക്യാപിറ്റൽ ലെറ്റേഴ്സിലും കിട്ടും, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റേഴ്സിലും ആയിരിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് ഷിഫ്റ്റ് കീസ്. കൺട്രോൾ കീസ് ഇതൊരു കൺട്രോൾ കീ ആണ്. കൺട്രോൾ പ്ലസ് H പ്രസ് ചെയ്താൽ ഡോക്യുമെന്റ് സേവ് ആകും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് മൗസ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കീബോർഡ് കൊണ്ട് സാധ്യമാകുന്നു. കൺട്രോൾ പ്ലസ് P ചെയ്താൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഡേറ്റ പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മൾ കോപ്പി ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് C ചെയ്താൽ കോപ്പി ആവും. കൺട്രോൾ പ്ലസ് P ചെയ്താൽ പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ പ്ലസ് X ചെയ്താൽ കട്ട് ചെയ്യാം. അങ്ങനെ ഓരോ കീകളെയും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീകളാണ് കൺട്രോൾ കീസ് എന്നറിയപ്പെടുന്നത്. ടാബ് കീസ് കഴ്സറിനെ ഒരു നിശ്ചിത അകലത്തിലേക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു. നമുക്കിപ്പോൾ പാരഗ്രാഫ് തിരിച്ച് കുറെ ഡേറ്റകൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ടാബ് കീ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലെറ്റേഴ്സ് ഒരു കുറച്ച് അകലത്തിൽ, അതായത് സെൻട്രലായിട്ടും അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീ ആണ് ടാബ് കീസ്. ഓൾട്ട് കീസ്, ഡിലീറ്റ് കീസ് നമ്മൾ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ലെറ്റേഴ്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് അത് ഡിലീറ്റ് ആവുന്നു. എൻഡ് കീസ് നമ്മുടെ കഴ്സർ പോയിന്റ് എൻഡ് ഒരു പാരഗ്രാഫിന്റെ എൻഡിലേക്കോ അല്ലെങ്കിൽ ആ പേജിന്റെ എൻഡിലേക്കോ പോകുന്നതിന് വേണ്ടി എൻഡ് കീസ് പ്രസ് ചെയ്താൽ മതി. ഹോം കീസ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്ന പേജിന്റെ ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ അവസാനമാണ് നിൽക്കുന്നതെങ്കിൽ ആ പേജിന്റെ ഏറ്റവും ആദ്യത്തിലേക്ക് പോകാൻ വേണ്ടി ഹോം കീസ് പ്രസ് ചെയ്താൽ മതി. ബാക്ക് സ്പേസ് കീ ഇത് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്കത് മായ്ക്കണം. നമ്മൾ പേപ്പറിൽ പെൻസിലും കൊണ്ട് എഴുതി നമ്മൾ തെറ്റാന്ന് മനസ്സിലായി നമുക്കത് മായ്ക്കാൻ നമുക്ക് റബ്ബറുണ്ട്. അതിന് പകരമാണ് കീബോർഡിന്റെ അകത്തുള്ള കീ ആണ് ബാക്ക് സ്പേസ് കീ. നമുക്ക് മായ്ക്കാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന വേർഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്
വന്നാൽ നമുക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു കീ ആണ് ബാക്ക് സ്പേസ് കീ. പേജ് അപ്പ് കീസ്. നമ്മളിപ്പോൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിന് മുമ്പത്തെ പേജിലേക്ക് പോകണമെങ്കിൽ പേജ് അപ്പ് കീ പ്രസ് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കും. ഈ പേജ് ഡൗൺ എന്ന് പറയുമ്പോൾ തൊട്ട് താഴേക്ക് പോകാൻ സഹായിക്കുന്ന കീകളാണ് പേജ് ഡൗൺ. പ്രിന്റ് സ്ക്രീൻ കീസ്. നമുക്കൊരു സ്ക്രീൻ പ്രിന്റ് എടുക്കണമെങ്കിൽ അതിനൊരു പ്രിന്റ് സ്ക്രീൻ കൊടുക്കണം. അതിനു വേണ്ടിയുള്ള കീ ആണ് പ്രിന്റ് സ്ക്രീൻ കീ. ടോഗിൾ കീസ്. ക്യാപ്സ് ലോക്ക്, സ്ക്രോൾ ലോക്ക്, നം ലോക്ക്. അതായത് നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്താൽ എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് വരുള്ളൂ. എന്നാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ കുറേ ഡേറ്റകളെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ക്യാപ്സ് ലോക്കിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എഴുതുന്ന എല്ലാ ഡേറ്റകളും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. സ്ക്രോൾ ലോക്ക്. നമ്മുടെ മൗസിനകത്തുള്ള സ്ക്രോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് സ്ക്രോൾ ലോക്ക്. അതുപോലെ തന്നെ നം ലോക്ക്. നമ്മുടെ കീബോർഡിന്റെ സൈഡിൽ കാണുന്ന നമ്പേഴ്സിനെ ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ളതാണ് നം ലോക്ക് എന്ന് പറയുന്നത്.